ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ബസ്മതി റൈസ് വേവിക്കുമ്പോൾ ഒരു 75-80% മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ റൈസ് ഒന്നുകൂടെ അതിൽ കിടന്ന് വേവും. അപ്പോൾ ആദ്യമേ നമ്മൾ നന്നായി വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവും. പിന്നെ ഞാനിവിടെ മിക്സ്ഡ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ അതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഞാൻ വേവിച്ചിട്ട് ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. വേവിച്ച് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം വെജിറ്റബിൾസിലേക്ക്. ചോറും ചിക്കനും നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, പക്ഷേ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് വേണം. പെപ്പർ പൗഡർ വേണം. ഒരു 2 ടീസ്പൂണോളം ബട്ടർ വേണം. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം. ഞാൻ നല്ലെണ്ണയിലാണ് ഇത് ചെയ്യണത്. നിങ്ങൾക്ക് നല്ലെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. നല്ലെണ്ണയാകുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. പിന്നെ ഇവിടെ ഡാർക്ക് സോയ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിനെഗറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു വോക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു വോക്കിൽ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുത്താലും മതി. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒരു 2 ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മുട്ടയൊന്ന് പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്ത് അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നന്നായി ചിക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 4 മുട്ടയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ചും കൂടി ഒരു ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾസിനെ എല്ലാം നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് തന്നെയാണ് സോട്ട് ചെയ്യണത്. അതാണ് ഞാൻ പറഞ്ഞത്, വോക്കിലാവുമ്പോൾ നമുക്ക് അതിനുള്ള സ്ഥലം ഉണ്ടാവും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നല്ല കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറും ഉപ്പിട്ടതാണ്, ചിക്കനും അതുപോലെ എഗ്ഗും നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആ പച്ചമുളക് ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് ചെറിയ കഷ്ണങ്ങൾ ക്യൂബ്സാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന അരിക്കും അതുപോലെ വെജിറ്റബിൾസിനനുസരിച്ച് എരിവിന് ആവശ്യമായിട്ട് പെപ്പർ പൗഡറൊക്കെ കുറയ്ക്കുകയോ ചെയ്യണം. ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ബട്ടർ ഇപ്പോൾ ഇതൊരു
2 ടീസ്പൂണാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൂടുതൽ ബട്ടർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ടർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് സോയ സോസാണ്. അതൊരു ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസാണ്. അത് കുറേശ്ശെ ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓരോ പോർഷൻ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക. റൈസ് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോ അല്ലേ എന്നുള്ളത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ വേണമെങ്കിൽ കുറച്ച് എരിവ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടും കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.